കുറെ ചെറിയ ചെറിയ ഏരിയകൾ കേന്ദ്രീകരിച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നില്ലേ ടൂറിസം? അതായത് കേരളത്തിൽ ഇപ്പം നിങ്ങളായാലും നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നാട്ടിലൊരു സ്ഥലം ഉണ്ടാവും. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ സ്ഥലം, പക്ഷെ അത് ലോകം അറിയുന്നില്ല. ലോകം പോട്ടെ, ആ ജില്ല പോലും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെ എങ്ങനെയാണ് നമുക്ക് വളർത്തിക്കൊണ്ടുവരിക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിന് നിലവിൽ ഇതൊക്കെ കൂടി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിനാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതി. ഇപ്പോൾ തദ്ദേശ വകുപ്പായിട്ടാണ് ആദ്യം 60% ഫണ്ട് ടൂറിസം വകുപ്പ് എടുക്കും. സ്ഥലം തദ്ദേശ വകുപ്പ് കാണിച്ചു തരണം, പഞ്ചായത്ത് കാണിച്ചു തരണം. 40% നിലവിലുള്ളതും പുതിയതൊക്കെ. അങ്ങനെ ഇപ്പോൾ 32 പദ്ധതി ആയിക്കഴിഞ്ഞു, 39 കോടി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 60% ആവുന്നുള്ളൂ. ഒരു 5 പദ്ധതിക്ക് ആവുന്നത് അങ്ങനെ കൂട്ടി നോക്കിയാൽ നമുക്കൊരു ലാഭം വരുന്നത് കാണാം. പിന്നെ സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇവരൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രവാസി വ്യവസായിയോ അല്ലെങ്കിൽ കഴിവുള്ള ഒരാൾ പറയും എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട്, ഞാൻ പണം മുടക്കിക്കോളാം, ഗവൺമെൻറ് സഹായിക്കണം, ജോയിൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഇതൊരു തുടക്കമാണ്. ഇപ്പോൾ അത് നന്നായി വരുന്നുണ്ട്. ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മാറ്റം കാണാൻ പറ്റും. ഒരു മറ്റേ കോവളം, വർക്കല, ഫോർട്ട് കൊച്ചി, മൂന്നാർ, അതിന് പകരം അതൊക്കെ ഉണ്ടെങ്കിൽ സബായിട്ട് കുറേ ടൂറിസ്റ്റ് ആഭ്യന്തര ടൂറിസം നന്നായിട്ട് മാറും. ഈ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ വരുമ്പോൾ സാർ അതിനോട് ചേർന്ന് കുറേ അധികം ഇതുപോലെ കച്ചവടക്കാർ, ആളുകൾ, അവർക്കൊക്കെ നന്നായി ശ്രദ്ധിച്ചില്ല. ഇപ്പൊ അഡ്വഞ്ചർ ടൂറിസം ഒരു ബ്രേക്ക് ഇട്ട് അവിടെ എത്തും, ശ്രദ്ധിക്കുന്നില്ല. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ഒരു മിനിസ്റ്ററും ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളും, അതും ക്യാരവാനിൽ. അല്ല, നമ്മളിതൊരു ട്രിപ്പ് മോഡ് എന്നതാണ് വിളിച്ചത്. പൊന്മുടി ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പൊ നമ്മളൊരു വ്യത്യസ്തത വേണം തോന്നി. പൊന്മുടി അനന്ത സാധ്യതയുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് തന്നെ എല്ലാവരും കോവളം അല്ലെങ്കിൽ വർക്കല അല്ല ശംഖുമുഖം, യഥാർത്ഥത്തിൽ പൊന്മുടിക്ക് ഒരു അസാധ്യമായൊരു ഒരു 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 എന്താ പറയുക, നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസാണ് പൊന്മുടി. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാരവാൻ പാർക്ക് അവിടെ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ പണി വരാൻ പോകുന്നു, PWD റെസ്റ്റ് ഹൗസ്. ഇതൊക്കെ കൂടി വരുമ്പോൾ പൊന്മുടി കളറാവും. പിന്നെ റോഡ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, എപ്പോഴും ഈ ചിലപ്പോഴൊക്കെ വരുന്ന പരാതികളെ ഈ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ, ഒന്ന് റോഡ്, 2 ബാത്റൂമില്ല, വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെന്താന്ന് വെച്ചാൽ ഈ DTPCകളും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെയാണ് ബാത്റൂമിൻ്റെ നോക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ബാത്റൂം മെയിൻ്റനൻസ് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ കുറച്ച് പുതിയ ബാത്റൂംസ് വരണം. അതാണ് ഇപ്പോൾ പൊതുവെ ആലോചിക്കുന്നത്. പിന്നെ റോഡ് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡ് പല വകുപ്പിൻ്റെ റോഡാണ്. ചിലത് PWD, ചിലത് LSTD, ചിലത് ഇറിഗേഷൻ, ചിലത് ഫിഷറീസ്, ചിലത് ഫോറസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ശ്രദ്ധ പൊതുവെ വേണം.